അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അതിനുവേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വളരെ ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പുഴുങ്ങി മാറ്റി വെച്ച മുട്ട ഇതിലിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടിയുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ലേശം ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഓയിലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയൊന്നും മുട്ടയിലേക്ക് വേണ്ട വിധം പിടിച്ച് കിട്ടില്ല. 2-3 മിനിറ്റ് ഇതുപോലെ മുട്ടയൊന്ന് പാനിൽ നന്നായി വഴറ്റിയതിന് ശേഷം മുട്ടയെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഇതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച ശേഷം 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് കൂടി ചേർത്ത് സവാളയെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. പൂരി, വെള്ളയപ്പം, ചപ്പാത്തി ഇതിലേക്കെല്ലാം ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി. ഉള്ളിയുടെ പച്ചമണം മാറി ഉള്ളി നന്നായി സോഫ്റ്റായി വരണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയെല്ലാം നന്നായി സോഫ്റ്റായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി തുടങ്ങിയാൽ ഇതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എരിവിനാവശ്യമായ 3 പച്ചമുളക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയുടെ പച്ചക്കുത്ത ഒന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി വന്ന ശേഷം ഇതിലേക്ക് ശകലം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഈ ഉള്ളി ഒന്ന് നന്നായി സോഫ്റ്റായി വെന്ത് കിട്ടാനുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം നല്ല കട്ടിയുള്ള ചൂട് നിലനിൽക്കുന്ന പാത്രമാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം കറി തിളക്കാൻ അനുവദിക്കരുത്. ചെറിയ കുമിളകൾ വന്നു തുടങ്ങിയാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച എഗ്ഗ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ ഗ്രേവിയെല്ലാം മുട്ടയിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം കറി എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണേ. താങ്ക്